ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കണം. അതിപ്പോ ആരെ പറ്റിച്ചിട്ടായാലും വേണ്ടില്ല, ആരെ കൊന്നിട്ടായാലും വേണ്ടില്ല എന്നുള്ള മെന്റാലിറ്റിയിൽ ജീവിക്കുന്ന കുറേ പേരുണ്ട്. ഇന്നിപ്പോ ഞാൻ ഒരു വീഡിയോ കാണാനായിട്ട് ഇടയായി. മറ്റാരുടെയല്ല, സ്വന്തം അധ്വാനം കൊണ്ടും കഴിവ് കൊണ്ടും ആ പാഷൻ കൊണ്ടും വളരെ ചെറിയ പ്രായത്തിൽ, അതായത് ഒരു 18 പോലും തികയുന്നതിന്റെ മുന്നേ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയുടെ വീഡിയോ, മിന്നു എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി. അപ്പം അവരെ നമുക്കൊക്കെ അറിയാം. അവള് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇതുപോലെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നല്ല നല്ല ഡിസൈൻസ് ഒക്കെ ചെയ്ത് അവള് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വൈറലായി. ആ അധ്വാനത്തിന്റെ ഫലം കൊണ്ട് ഇപ്പൊ ഒരു വീടൊക്കെ വെക്കുന്നുണ്ട്. അപ്പം ആ കുട്ടിയുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഞാൻ കണ്ടപ്പോ എനിക്ക് ഭയങ്കര അതിനെ പറ്റിയിട്ട് 2 വാക്ക് പറയണം എന്ന് തോന്നി. അപ്പൊ നമുക്ക് ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം. എന്താണ് എനിക്ക് ഒരു കസ്റ്റമറിൽ നിന്നുണ്ടായ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എനിക്ക് ഇതിനകത്ത് എന്താ ചെയ്യണമെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. എനിക്ക് 2-3 മാസം മുമ്പ് എനിക്ക് ഓർഡർ വന്നിട്ടുണ്ടായി ഒരു വൈറ്റ് ഗൗണിൻ്റെ. അപ്പോൾ ആ ഗൗണ് ആ ചേച്ചിക്ക് 14,500 രൂപയുടെ ഗൗണായിരുന്നു. പുള്ളിക്കാരിക്ക് അത്രയും ബഡ്ജറ്റ് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി. നല്ല പാവ ചേച്ചിയാണ്. ചേച്ചി എന്നോട് നല്ലോണം കമ്പനി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല ചില വീഡിയോ ചില കസ്റ്റമേഴ്സ് ഉണ്ട്, അവർ എന്നോട് നല്ലോണം കമ്പനി ആവും. അവർ ഞാൻ അതുപോലെ തന്നെ കാണിക്കുന്നത്. അപ്പോൾ ആ ചേച്ചി എന്നോട് കമ്പനി ആയിട്ടുണ്ടായി. ഞാൻ ആ ചേച്ചിക്ക് അതൊരു 14,500 രൂപയുടെ ഗൗൺ 12,500 രൂപയ്ക്ക് ഞാൻ തരാൻ പറഞ്ഞിട്ടുണ്ടായി. എന്നിട്ട് എല്ലാം സെറ്റായി അഡ്വാൻസ് ഒക്കെ തന്നു. ഡ്രസ്സിന് മെഷർമെന്റ് ഒക്കെ അയച്ച് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി. സ്റ്റിച്ച് ചെയ്ത് ഫുൾ കഴിഞ്ഞപ്പോൾ അത് ഒന്ന് അതിലേക്ക് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഇതിനിട്ട് കാണിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ ആ ചേച്ചിക്ക് അങ്ങനെ നെക്ക് അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായി. ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നെക്ക് പുള്ളിക്കാരിക്ക് അങ്ങനത്തെ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ അത് അഴിച്ച് ഫുൾ അഴിച്ചിട്ട് രണ്ടാമത് അത് സ്റ്റിച്ച് ചെയ്ത് മറ്റേ ട്രാൻസ്പെറൻറ്റ് നെക്ക് ആക്കിയിട്ടുണ്ടായി. അതെല്ലാം കഴിഞ്ഞ് ഡ്രസ്സ് ഇവിടെ അയക്കുകയും ചെയ്ത്. ഞാൻ ആദ്യത്തെ കാണിച്ചു തരാം ഡ്രസ്സിൻ്റെ. ശരി, എവിടെയാണ് കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനപ്പുറത്തെ ഡിലീറ്റ് ചെയ്യണം. എന്തോ അവരുടെ വായും കൊണ്ട് ഈ ഫോട്ടോസ് ഒന്നും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിലിപ്പോഴും കിടപ്പുണ്ട്. എന്താണ് മതി ദൈവം അവളെ കാണിക്കണം. എങ്ങനെ കാണിച്ചു അവളെ കാണിക്കാണ്ട് തല ഞാൻ പൊത്തിപ്പിടിച്ചതാ. തല പൊത്തിപ്പിടിച്ചിട്ട് കാണിക്കാൻ പറ്റത്തില്ല. ഇതാണ് കേട്ടോ ഗൗണ്. എനിക്ക് അവൾ തല കാണിച്ചാൽ അവളെ കുല്ലാതാണ് അവളെ ഞാൻ കാണിക്കാം. ഇതാണ് ഗൗൺ. അത് ഇങ്ങനത്തെ നെക്കാ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിനൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനത് മാറ്റിയിട്ട് ട്രാൻസ്പെറൻറ്റ് നെക്കാക്കിയിട്ടുണ്ടായി. ഇവിടെ നിന്ന് ഇത്രയും ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള നെക്ക് മതി എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കൊച്ചിനെ കൊണ്ട് പോയി അങ്ങനെ ചെയ്ത് ഡ്രസ്സ് ഞാൻ അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ചേച്ചി മണ്ണില്ല. എൻ്റെ അനിയത്തിക്ക് അത്യാവശ്യം മണ്ണോട് 33 ചെസ്റ്റ് വേണം. ഈ ചേച്ചിക്ക് മെഷർമെന്റ് തന്നിട്ടുണ്ടായിരുന്നു 31 ഇത് അവിടെ ചെന്ന് ചേച്ചിക്ക് കിട്ടിയിട്ട് എനിക്ക് അപ്പം തന്നെ ഫോട്ടോ അയച്ചു ഇവിടെ ഇട്ട് ആദ്യം മാറി ഇവിടെ ഇട്ട് ഞാൻ കീറിയിരിക്കണം. ഞാൻ അപ്പം തന്നെ ആ ചേച്ചിനെ പറഞ്ഞു ഞാൻ ഇവിടെ അയച്ചൊക്കെ ഇത് കീറിയിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞു. എന്താ മുമ്പ് പ്രാവശ്യം ഒരു ഡ്രസ്സിൽ ഊട്ടുണ്ടായിട്ട് എനിക്ക് പൈസ ഫുള്ള് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് എനിക്ക് എന്ത് ഡ്രസ്സ് ഉണ്ടെങ്കിലും ഞാൻ അതെല്ലാം മൊത്തം നോക്കി ഞാൻ കൊടുക്കും. എനിക്ക് ഇനി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് കാശ് തിരിച്ചു കൊടുക്കാൻ എനിക്ക് വയ്യാത്തത് മൊത്തം നോക്കി ഞാൻ കൊടുക്കാറുള്ളായിരുന്നു. ഈ ദിവസം അങ്ങനെ തന്നെ ഇരുന്ന് നോക്കും. അത് വൈറ്റ് കാണാൻ എൻ്റെ വീഡിയോ ഒക്കെ ഇവിടെ സൈനയുടെ വീട്ടിലാണ് ഞാൻ കൊണ്ട് വെക്കുന്നത്. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഓടി അതുകൊണ്ട് അപ്പുറത്ത് വീട്ടിൽ പോയി എൻ്റെ വീട്ടിൽ പോയി തയ്ച്ച് എന്നിട്ട് പിന്നീട് കൊണ്ടൊന്ന് നൂല് വെട്ടി ഇങ്ങനെ ഞാൻ അയക്കാം. അപ്പോൾ അതിനകത്ത് ആദ്യമേ തന്നെ എനിക്ക് തോന്നുന്നു പുള്ളിക്കാർ ഇവിടെ നിന്ന് അയച്ചപ്പോൾ കിരിയെന്നായിരിക്കും ആദ്യം തന്നെ പറയേണ്ടിയിരുന്നത്. പക്ഷേ ഞാൻ നല്ലോണം തന്നെ പറഞ്ഞു ഇവിടെ വെച്ചപ്പോൾ കീറിയിട്ടില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഡ്രസ്സിൻ്റെ എല്ലാത്തിനും വീഡിയോ ഞാൻ എടുത്തിട്ട് ഞാൻ അയക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ അതിൻ്റെ അമ്മേനെ വിളിച്ചിട്ട് മിന്നു ആലപ്പുഴ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് സംസാരിച്ചു. അതെനിക്ക് എടുക്കാൻ കൊള്ളിയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പുള്ളിക്കാർക്ക് കേസ് കൊടുക്കാൻ വേണ്ടി പൈസ റീഫണ്ട് ചെയ്യാൻ ഞാൻ തരത്തില്ല. എന്തിനാ തന്നെ അവിടെ കൊണ്ടുപോയി കീറിയിട്ട് എന്നോട് പൈസ റീഫണ്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഡ്രസ്സ് ഇങ്ങോട്ട് അയക്കണമെങ്കിൽ ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങോട്ട് അയച്ചില്ല. അല്ലെങ്കിൽ എനിക്ക് അതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്യാൻ പറ്റില്ല എന്നിട്ട് ഇവർ ഇങ്ങനെ അപ്പം അവർ വാങ്ങി അറിയേണ്ടതാണ്. ഡ്രസ്സ് ഭയങ്കര ഇറുക്കമാണ് പറഞ്ഞിട്ടാണ്. ഡ്രസ്സ് ഭയങ്കര ഇറുക്കമാണ്, കയ്യൊന്നും നനക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചെന്ന് വെച്ചാൽ ഞാൻ എന്ത് ഡ്രസ്സ് തയ്ച്ചാലും ലൂസിലേ തയ്ക്കത്തുള്ളൂ, ഭയങ്കര ലൂസിലേ ഞാൻ തയ്ക്കത്തുള്ളൂ. അപ്പോൾ ഈ ചേച്ചിക്ക് ടൈറ്റ് ആണെന്ന് പറഞ്ഞാൽ ഞാനെടുത്ത് മെഷർമെന്റ് നോക്കിയപ്പോൾ ചെസ്റ്റ് എനിക്ക് തന്നിട്ടുള്ള 31 ചെസ്റ്റിൻ്റെ അവിടെയാണ് ടൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇട്ടിട്ടുള്ള ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ആൾ എൻ്റെ അനിയത്തി അവൾക്ക് 33 ചെസ്റ്റ് ഉണ്ട്. ആദ്യമായിട്ട് മറ്റേ ആൾ 34 ചെസ്റ്റ് ഉണ്ട്. മറ്റേ ആൾ അത് കഴിഞ്ഞ് ട്രാൻസ്പെറൻറ്റ് ആക്കിയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. അവൾക്ക് 34 ചെസ്റ്റ് ആണ്. തുമ്മൽ എനിക്ക് പുള്ളിക്കാരി അവിടെ കുറിച്ച് പറഞ്ഞു 3 ദിവസമായിട്ട് ഇതിൻ്റെ പുറകിനെ തന്നെയാണ് എനിക്ക് തലവേദന ഇത്തിരി കാല. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് നെക്കാക്കിയായിരുന്നു. ഇപ്പോൾ കാണാമോ? ഇങ്ങനെ ആക്കിയിട്ടുണ്ടായി. അപ്പോൾ ഇത് 34 ചെസ്റ്റ്. അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു മെഷർമെന്റ് ഇങ്ങനെ വന്നപ്പോൾ തന്നെ കണ്ടല്ലോ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടി. ഈ വീഡിയോയിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, അവള് പറയുന്നുണ്ട് വളരെയധികം പേടിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന്. അപ്പം എന്താണ് സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കസ്റ്റമർ ആൾക്കൊരു ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വൈറ്റ് ഗൗൺ ആണ്, അത്യാവശ്യം എക്സ്പെൻസ് വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആണ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നത് നമ്മൾ കേട്ടു. 14,500 റേഞ്ചിൽ വരുന്നത് അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അത് വില കുറച്ച് 12,000 കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1 മന്തിന്റെ അധ്വാനത്തിന്റെ ഫലമായിട്ട് ആ ഉടുപ്പ് അവിടെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അയച്ച് ഈ സംഭവം എല്ലാം അവിടെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വീണ്ടും അവർ പ്രശ്നങ്ങൾ വന്നേക്കുന്നത്. അതായത് ഉടുപ്പിന്റെ ഒരു ഭാഗത്ത് കീറലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനുള്ള എക്സ്പ്ലനേഷൻ ഇവള് കൊടുത്തു. അതായത് തിരിച്ചയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് റെഡിയാക്കി തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്ത അടവുമായിട്ട് വന്നേക്കുവാണ്. ആ ഉടുപ്പ് അല്ലെങ്കിൽ ആ ഡ്രസ്സ് അവരുടെ അളവിനെക്കാട്ടിലും ചെറുതാണ് അല്ലെങ്കിൽ ടൈറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഈ കുട്ടി ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും. കാരണം വളരെ ചെറിയ പ്രായമാണ്. മറ്റുള്ളവർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തൻ്റെ ബിസിനസ് എന്താവും അല്ലെങ്കിൽ തൻ്റെ ജോലി പ്രൊഫഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ്സ് വരുമ്പോൾ എന്താകും എന്നുള്ളതൊക്കെ. അപ്പോൾ പക്ഷേ ഈ കുട്ടിക്ക് ഉറപ്പുണ്ട് എല്ലാത്തിൻ്റെയും വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് അയച്ചു കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു
കീറൽ വന്നത് തന്നെ അത്ഭുതമായിട്ടാണ് ഇത് കാണുന്നത്. അതല്ലാതെ ഈ തയ്യലിന്റെ കാര്യം വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് അറിയില്ലെങ്കിലും എനിക്ക് മനസ്സിലായത് അവർ കസ്റ്റമർ കൊടുക്കുന്ന അളവിനെക്കാട്ടിലും 2 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ടാണ് ഈ ഒരു ഡ്രസ്സ് തയ്ച്ച് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പം ഒരു മാസത്തിന്റെ ഗ്യാപ്പിൽ നമ്മൾ ഒരുപാട് അങ്ങോട്ട് നമ്മുടെ അളവുകൾ മാറാനൊന്നും ചാൻസ് ഇല്ലല്ലോ. എങ്ങാനും അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും അത് ഓൾട്ടർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇന്ന് വാങ്ങിക്കുന്ന ഡ്രസ്സ് ഇന്ന് മാത്രം ഇട്ടിട്ട് നാളെ വേറൊരു ഡ്രസ്സ് വാങ്ങിച്ചിടേണ്ട ഒരു അവസ്ഥ വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ മറ്റ് സ്ഥാപനങ്ങളൊക്കെ കൊടുക്കുന്ന പോലെ 1 ഇയറിന്റെ വ്യത്യാസത്തിലൊന്നും അല്ല ഈ ഒരു ഡ്രസ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വാദവും ഇവിടെ പൊളിയാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് അവർ പറയുന്നത് ഡ്രസ്സ് അയച്ചു കൊടുക്കാം. അതിന്റെ ആ ഒരു മോളിലേക്കുള്ള ആ ഒരു പോർഷൻ അത് മൊത്തം വേറെ തുണി എടുത്ത് തയ്ച്ച് ഇതുപോലെ ഡിസൈൻ ചെയ്ത് തയ്ച്ച് അയക്കണം. അത് മാത്രമല്ല അതിന് ചെലവാകുന്ന ആ ഒരു എക്സ്പെൻസ് ഇവർ തിരിച്ചു കൊടുക്കത്തില്ല എന്നുമാണ് പറയുന്നത്. അത് ശരിക്കും പറ്റിക്കൽ തന്നെയല്ലേ? അതായത് ഇത്രയും കഷ്ടപ്പെട്ട് ഈ തയ്യൽ എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട ഒരു പണിയൊന്നുമല്ല. നമ്മൾ അത്രയും അധ്വാനിച്ച് അതിന്റെ തുണി മേടിച്ച് തുണി വെട്ടി തയ്ക്കുക എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കുനിഞ്ഞിരുന്നതൊക്കെ ചെയ്യുമ്പോൾ കാര്യം മെഷീനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അതിനെ ശരിക്കും നമ്മളുടെ നല്ല അധ്വാനമുണ്ട്. നമുക്ക് പെടലി വേദനയും കഴുത്ത് വേദനയും നടുവേദന എല്ലാം വരും. കാരണം ഇങ്ങനെ മണിക്കൂറുകൾ ഇരുന്നിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതിന് അവരുടെ അധ്വാനത്തിന് അവർ ഈടാക്കുന്ന ആ ഒരു എമൗണ്ട് കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അല്ലെങ്കിൽ നമ്മളൊരു കടയിൽ ചെന്നിട്ട് ഇതുപോലെ വാങ്ങിച്ച് നമുക്ക് അങ്ങനെ കിട്ടുമോ? നമ്മൾ അവർ പറയുന്ന പൈസ കൊടുത്തിട്ട് തന്നെ എടുത്തുകൊണ്ട് വരണ്ടേ ഒരു ഡ്രസ്സ്. അപ്പൊ അതുപോലെ ഇവരുടെ അധ്വാനത്തിന് വില കുറച്ച് കാണുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇവരുടെ ഭാഗത്തുനിന്ന്. അതായത് ഇവര് പുതിയ ക്ലോത്ത് വെച്ചിട്ട് ഇവർക്ക് ഡ്രസ്സ് വേണം താനും, എന്നാൽ അതിന്റെ പൈസ കൊടുക്കത്തുമില്ല. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഇവര് വോയിസ്, അപ്പൊ ഈ കൊച്ച് ഒരുപാട് വോയിസ് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പം അതിനകത്ത് ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇവരൊരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് കൂടെ അതിനകത്ത് നടത്തുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടിട്ട് വരാം. ഹലോ ഹലോ ഡ്രസ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ മെഷർമെന്റ് നോക്കി, ചേച്ചി തന്ന മെഷർമെന്റിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിനെക്കാട്ടും 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടാണ് ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ചേച്ചി അതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാന്ന് വെച്ചാൽ ഇത് എന്റെ കയ്യിൽ കുഴപ്പം കൊണ്ടാണ് ഡ്രസ്സ് അങ്ങനെ ആയത്. നിങ്ങൾ തന്ന മെഷർമെന്റിന്റെ കാരണം കൊണ്ടല്ലേ അങ്ങനെ ആയിട്ടുള്ളത്. അപ്പൊ പിന്നെ എക്സ്ട്രാ തുണി എടുത്ത് ഞാൻ ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? രാവിലെ ഞാൻ പറഞ്ഞു നമ്മളിപ്പോ 10-12 രൂപ ചേച്ചി അതല്ലേ പറഞ്ഞത്, 2 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. എല്ലാരും 1.5 ഇഞ്ച് ആയിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ 10-12 രൂപ തുണി വാങ്ങിക്കുമ്പോൾ അതിന് പൊളിച്ചിടാനുള്ള സ്ഥലം വേണം. തയ്യൽ പൊളിച്ച് വേണം തയ്ക്കാൻ. നമുക്ക് വണ്ണം കുറവാണെങ്കിൽ വണ്ണം കൂട്ടിയിടണം. മനസ്സിലായ? ഇപ്പൊ വണ്ണം കുറവാണ്. അത് ആ ചേച്ചിക്ക് എടുത്ത അളവിന്റെ മിസ്റ്റേക്ക് ആണ്. ഇപ്പൊ 2 ഇഞ്ച് എക്സ്ട്രാ ഒരുപോലെ ഈ മാസം പോലെ അടുത്ത മാസം മെഷർമെന്റ് എന്നിട്ട് ഇപ്പൊ അത് എന്റെ കൂടെ പോയെന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ട് വണ്ണം ഇല്ല. തയ്യൽ പൊളിച്ചിടാൻ വേണ്ടിട്ട് ഒട്ടും വെച്ചിട്ടില്ല. വണ്ണം വേണം. കീറിയത് കണ്ടോ? ഞാൻ അതെല്ലാം ഞാൻ ശരിയാക്കി, കീറിയതൊക്കെ ഞാൻ ശരിയാക്കി തരാം. പക്ഷെ വേറെ തുണി എടുത്ത് രണ്ടാം ചെയ്യലെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തൊരു നഷ്ടം ഉണ്ടാവും അറിയാം. ഒരു ഡ്രസ്സ് തന്നെ അത് അഴിച്ച് ഞാൻ ഒരു കാര്യം പറയാം. ഹലോ, ഞാന് പിന്നെ ഒരു കാര്യം ചെയ്യാം. ഇയാളൊരു കാര്യം ചെയ്യും. ഇയാൾ നമ്മുടെ ആളുകൾ കൊടുത്ത് എന്തോ ചെയ്തോ. ഞാൻ അവർക്ക് ഡ്രസ്സ് അവിടെ അറ്റയില്ലാത്ത കുട്ടിയാണത്. അവർക്ക് ഞാൻ ഡ്രസ്സ് ആരെങ്കിലും ഇരുന്നെങ്കിൽ മാറ്റി ഞാൻ ചെയ്തോളാം. ഞാൻ മനസ്സിലാകാൻ കയറി. കാരണം അത് ഇടാൻ പറ്റില്ല. അതിന്റെ കളർ നീ കണ്ടല്ലോ. ആ 2 അപ്പം ഇവർ പറയുന്നത് ഈ ഒരു ഡ്രസ്സ് ഫ്രീ ആയിട്ട് ആർക്കെങ്കിലും കൊടുത്തോ, ഞങ്ങൾക്ക് തിരിച്ചയക്കേണ്ട, ഞങ്ങൾക്ക് തിരിച്ചയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാകും, അങ്ങനെയൊക്കെയാണ് ഭീഷണി നടക്കുന്നത്. ഇവിടെ ഒരു വശത്ത് ഡ്രസ്സ് കൊടുക്കാതെ അല്ലെങ്കിൽ ഡ്രസ്സ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിച്ച് ആൾക്കാരെ പറ്റിക്കുന്ന ആളുകൾ അങ്ങനെ ഒരു വശത്തുണ്ട്. ഇതിപ്പോ ഈ കുട്ടി 100% ആത്മാർത്ഥമായിട്ട് അതിന്റെ ഡ്രസ്സ് അവർ പറഞ്ഞ ഡിസൈനിൽ തയ്ച്ചു കൊടുത്ത് കസ്റ്റമറിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ കസ്റ്റമർ ഈ കുട്ടീനെ പറ്റിക്കാനായിട്ട് നോക്കുകയാണ്. അതാണല്ലോ ഇവിടെ നടക്കുന്നത്. ഈ കുട്ടിക്ക് പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണി ഒരു സൈഡിൽ കൂടെ. അവസാനത്തെ ബ്ലാക്ക് മെയിലിംഗ് ആണ്, അല്ലെങ്കിൽ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുവാണ്. നീ അത് ഞങ്ങൾക്ക് അയക്കരുത്, വേറെ ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് കൊടുത്തോ എന്നൊക്കെയുള്ള രീതിയിൽ. ഇതൊക്കെ എന്ത് തരം മനുഷ്യരാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തത്. ഇങ്ങനെ ഈ ഒരു കുട്ടിയുടെ അധ്വാനത്തിന് അത്രയും വില കുറച്ച് കാണുന്ന രീതിയിൽ ആ കുട്ടീനെ അത്രയ്ക്കും ഇൻസൾട്ട് ചെയ്യുമല്ലേ. അപ്പം ഈ വീഡിയോയിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് ഈ കുട്ടി നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ പേടിച്ചിട്ട് തന്നെയാണ്. കാരണം എന്ത് ചെയ്യണം എന്നറിയില്ല. അത് തന്നെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്കും വേണ്ടത്. കാരണം ചെറിയ കുട്ടിയാണ്, എന്തായാലും ഇപ്പോൾ 20 വയസ്സ് താഴെ ഉള്ളൂ അവളുടെ പ്രായം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കുട്ടീനെ ഇതേപോലെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുവാണെങ്കിൽ എങ്ങാനും ആ പൈസ തിരിച്ചു തന്നാലോ, പൈസയും കിട്ടും ഡ്രസ്സും കിട്ടും, എന്നാൽ പിന്നെ എല്ലാം ഇങ്ങ് പോരട്ടെ എന്നുള്ളൊരു ചിന്തയാണ് ഈ ടീമുകളുടെ. എന്തായാലും നല്ല കാര്യം തന്നെയാണ്. പക്ഷെ എനിക്കിപ്പം മിന്നുവിന്റെ അടുത്ത് പറയാനുള്ളത്, ഒരു തരത്തിലും നമ്മൾ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഭാഗത്ത് 100% സത്യസന്ധത ഉണ്ട് എന്നുള്ളതും അതേപോലെ ജെന്യുവിൻ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടിനെ വില കുറച്ച് കാണുന്നവരുടെ മുന്നിൽ താന്നു കൊടുക്കരുത്, അല്ലെങ്കിൽ തോറ്റു കൊടുക്കരുത്. ഈ പൈസ ഒരു കാരണവശാലും തിരിച്ചു കൊടുക്കരുത്. ഇത്
മുന്നോട്ട് അവർ വേണമെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്കട്ടെ, നമുക്ക് തെളിയിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ എവിഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പം അത് കീറിയതിന്റെ സൊല്യൂഷൻ ചെയ്തു കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുകൊണ്ടൊന്നും തൃപ്തിപ്പെടാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ എന്ന് വിചാരിക്കുക. പിന്നെ വീട്ടിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നത് അതൊന്നും നടക്കത്തില്ല. അതിനൊക്കെ നിയമത്തിന്റെ വഴികളുണ്ട്, അല്ലെങ്കിൽ നിയമത്തിന്റെ സഹായങ്ങളുണ്ട്. അതിന്റെ വഴിക്ക് അത് നേരിടുക തന്നെ ചെയ്യണം. ഇങ്ങനെ ഇതുപോലെ നമ്മളെ തളർത്താനോ, കാരണം ചെറിയ പ്രായത്തിൽ തന്നെ ഇതുപോലുള്ള അച്ചീവ്മെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സിലേക്ക് പോകുമ്പോൾ അതിനെ തളർത്താനും അല്ലെങ്കിൽ ചവിട്ടി താത്താനും അതിനെ വില കുറച്ച് കാണാനും ഒക്കെ ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടാകും. അതിനകത്തൊന്നും നമ്മൾ വീണു പോകരുത് എന്നുള്ളതാണ് എനിക്ക് മോളുടെ അടുത്ത് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ എത്ര രൂപ നമ്മളുടെ കയ്യിൽ നിന്ന് ചെലവാകും, അതിന്റെ കൂടെ നിങ്ങളുടെ എഫേർട്ടിനുള്ള ആ ഒരു വിലയും കൂടെ, അതിനെ ഒന്നും വില കുറച്ച് കാണുകയോ അതിൽ നിന്ന് വില കുറച്ച് കൊടുക്കുകയോ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങനെയൊന്നും ആരും ചെയ്യത്തില്ല. അവർ പറഞ്ഞ ആ ഒരു പ്രോഡക്റ്റിന് ആ ഒരു വിലയിലല്ലാതെ മറ്റാരും തന്നെ കൊടുക്കത്തില്ല. ചിലപ്പം എല്ലാം 5-10 കുറച്ചു എന്ന് പറഞ്ഞാലും ഇത്രയും വലിയൊരു എമൗണ്ട് ഒന്നും കുറച്ചു കൊടുക്കത്തില്ല. ഇവിടെ ഇപ്പം ഈ കുട്ടി ഒരുപാട് എമൗണ്ട് ആ ഒരു ഗൗൺ ചെയ്യുന്നതിനകത്തുനിന്ന് ഓൾറെഡി കുറച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ടാണ് അവർ ഇത്രയും ഈ രീതിയിൽ പെരുമാറുന്നത് ഈ കുട്ടിയുടെ അടുത്ത്. അപ്പൊ ഇതുപോലുള്ള സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഇനിയും ഒരുപാട് വരും. അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ പലതരത്തിലുള്ള ആളുകളുമായിട്ട് നമ്മൾ ഇടപെടേണ്ടതായിട്ട് വരും, പെരുമാറേണ്ടതായിട്ട് വരും. അവരിൽ നിന്നെല്ലാം നമുക്ക് എല്ലാം നല്ല രീതിയിൽ അല്ലെങ്കിൽ പോസിറ്റീവ് റിവ്യൂസ് മാത്രം കിട്ടും എന്നുള്ളത് വിചാരിക്കരുത്. അത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് തളർന്ന് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് വിചാരിക്കരുത്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നവര് എങ്ങനെയെങ്കിലും ഇങ്ങനെ തളർത്തി ആ ഒരു പൈസ തിരിച്ചു കിട്ടുവാണെങ്കിൽ ഇങ്ങ് പോരട്ടെ എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ നിൽക്കുന്നവരായതുകൊണ്ട് തന്നെ അവർ ഏതറ്റം വരെയും പോകും, അല്ലെങ്കിൽ ഏത് രീതി വേണമെങ്കിലും ഇൻസൾട്ട് ചെയ്യാനും ബ്ലാക്ക്മെയിൽ ചെയ്യാനും ഒക്കെ ശ്രമിക്കും. അതിലൊന്നും വീഴരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതില് ഈ കുട്ടിയുടെ ഭാഗത്ത് തെറ്റൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നത്. നേരെ മറിച്ച് ആ കസ്റ്റമർ ആയിട്ടുള്ള ആ ഒരു വ്യക്തി തുടക്കം തൊട്ട് തന്നെ, അതായത് കീറിയതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് തിരിച്ച് അയച്ചു തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നാണ് അവരുടെ അളവിൽ വ്യത്യാസം വന്നു, അല്ലെങ്കിൽ ടൈറ്റ് ആണ് എന്നുള്ള ഒരു കാര്യം കൂടി എടുത്തിടുന്നത്. അപ്പൊ ഏത് വിധത്തിലായാലും ഒന്നെങ്കിൽ ഇവർക്ക് ആ പൈസ തിരിച്ചു കിട്ടണം, അതല്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടീനെ കൊണ്ട് കുറച്ചൊന്ന് കഷ്ടപ്പെടുത്തണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ തന്നെയാണ് ഈ ഡ്രസ്സ് ഓർഡർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും ഇല്ല. അപ്പൊ ഇങ്ങനെയും കുറെ ജന്മങ്ങളുണ്ട്. മറ്റു കുറച്ച് ജന്മങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ വാങ്ങിച്ച് പോക്കറ്റിൽ വെച്ചിട്ട് സാധനം കൊടുക്കാതെ കസ്റ്റമറെ പറ്റിക്കുന്നു. ഇവിടെ 100% എഫേർട്ട് ഇട്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഈ ഒരു കുട്ടീനെ പറ്റിക്കുന്ന കസ്റ്റമർ അവിടെ നിൽക്കുന്നു. അപ്പം എങ്ങനെയായാലും ഏത് രീതിയിലായാലും മറ്റുള്ളവരെ പറ്റിച്ച് സ്വന്തം കീശ എങ്ങനെ വീർപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ നടുക്കാണ് നമ്മളുടെയൊക്കെ ജീവിതം എന്നുള്ളതാണ്. അതിനകത്ത് യാതൊരു തർക്കവും തന്നെ ഇല്ല. ഓരോ ദിവസവും പുറത്തു വരുന്ന ഇതുപോലുള്ള വാർത്തകൾ മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.